നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം ഡെയിലി ന്യൂസിലേക്ക്. നാളെ 2025 ഒക്ടോബർ മാസം 6-ാം തീയതി തിങ്കളാഴ്ച ദിവസം. നാളെയും തുടർന്നുള്ള ദിവസങ്ങളിലും പൊതുജനങ്ങൾ എല്ലാവരും തന്നെ വളരെയധികം ശ്രദ്ധിച്ചിരിക്കണം. എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട 5ഓളം അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഓരോ അറിയിപ്പുകളും വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ വീഡിയോ അവസാനം വരെ ശ്രദ്ധിക്കണം. മറ്റുള്ളവരിലേക്കും ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കുവാനും നിങ്ങൾ മറക്കരുത്. അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമതായി പങ്കുവെക്കുന്ന അറിയിപ്പ് വളരെയധികം ഗൗരവത്തോടെ തന്നെ കാണേണ്ട ഒരു മുന്നറിയിപ്പാണ് വന്നിരിക്കുന്നത്. അതായത് പിരിവിനെന്ന പേരിൽ വീടുകളിലെത്തി കുട്ടികളുടെ സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിക്കുന്ന ആളുകളെ പല സ്ഥലങ്ങളിലായി പോലീസ് പിടികൂടിയിട്ടുണ്ട്. എല്ലാ വീട്ടമ്മമാരും ഇക്കാര്യങ്ങളിൽ പ്രത്യേകമായി തന്നെ ശ്രദ്ധിക്കണം. വീടിന് പുറത്ത് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്ന 2.5 വയസ്സുകാരിയുടെ കൈച്ചെയിൻ, വള, അരഞ്ഞാണം തുടങ്ങിയ 3.5 പവൻ ആഭരണങ്ങളാണ് ഇത്തരത്തിൽ മോഷ്ടിക്കപ്പെട്ടതായിട്ടുള്ള വാർത്തകൾ പുറത്തു വന്നത്. കുട്ടിയുടെ കരച്ചിൽ കേട്ട് വീട്ടുകാർ ഓടിയെത്തിയപ്പോഴേക്കും മോഷ്ടാവ് രക്ഷപ്പെട്ടിരുന്നു. പോലീസ് അന്വേഷണത്തിൽ മകളുടെ വിവാഹത്തിനെന്ന പേരിൽ സഹായം അഭ്യർത്ഥിച്ച് വീട്ടിലെത്തിയ വ്യക്തിയാണ് മോഷണം നടത്തിയതെന്ന് വ്യക്തമായിട്ടുണ്ട്. തീർച്ചയായും പൊതുജനങ്ങൾ വളരെയധികം ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു അറിയിപ്പാണിത്. ഇനി അടുത്തതായി പങ്കുവെക്കുന്ന അറിയിപ്പ്, സംസ്ഥാനത്ത് ഓപ്പറേഷൻ പി ഹണ്ട് എന്നൊരു പദ്ധതി നടന്നു വരികയാണ്. അതായത് കുട്ടികളുടെ നഗ്ന ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങൾ വഴി പ്രചരിപ്പിച്ച വ്യക്തികളെ അറസ്റ്റ് ചെയ്യുകയാണ് ഈ ഒരു പദ്ധതി പ്രകാരം. ഇന്റർപോളിൻ്റെ സഹായത്തോടെ പോലീസ് നടത്തിയ ഓപ്പറേഷൻ പി ഹണ്ടിലാണ് അറസ്റ്റിലായവരിൽ ഏറെയും IT രംഗത്തുള്ളവരാണെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. 39 കേസുകൾ ഇതിനോടകം രജിസ്റ്റർ ചെയ്തു. പ്രായപൂർത്തിയാകാത്ത കുട്ടികളുടെ അശ്ലീല ചിത്രങ്ങൾ കൈമാറുന്നതും പ്രചരിപ്പിക്കുകയും ചെയ്തവർക്കെതിരെയാണ് നടപടി. ഇന്റർപോളിൻ്റെ സഹായത്തോടെ ADGPയാണ് ഈ ഒരു സംഘത്തിന് നേതൃത്വം നൽകുന്നത്. ഇത്തരത്തിൽ നിരവധി സ്ഥലങ്ങളിൽ റെയ്ഡുകൾ നടത്തിയിരിക്കുകയാണ്. 5-നും 16-നും ഇടയിൽ പ്രായമുള്ള കുട്ടികളുടെ ചിത്രങ്ങളാണ് പ്രതികൾ പങ്കുവെക്കുന്നതെന്നാണ് പോലീസ് പറയുന്നത്. സമൂഹ മാധ്യമങ്ങളിൽ ഇതിനായി നിരവധി ഗ്രൂപ്പുകൾ പ്രവർത്തിക്കുന്നതായും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. പണം നൽകിയും ചിത്രങ്ങൾ വാങ്ങുന്നവരുണ്ട്. ഇത്തരത്തിലും കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ലാപ്ടോപ്പ്, മൊബൈൽ ഫോൺ എന്നിവ ഉൾപ്പെടെ നിരവധി തൊണ്ടിമുതലുകൾ പിടിച്ചെടുത്ത തൊണ്ടിമുതലുകൾ ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ചിത്രങ്ങൾ മൊബൈൽ ഫോണിൽ നിന്നും ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. മൊബൈൽ ഫോണുകളുടെ ഫോറൻസിക് പരിശോധന റിപ്പോർട്ട് വന്നതിന് ശേഷം ചിത്രങ്ങൾ നശിപ്പിച്ചിട്ടുണ്ടെന്ന് വ്യക്തമായാൽ ഇവർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുക്കും. പിടിയിലായവരെ ചോദ്യം ചെയ്തു വരികയാണ്. കുട്ടികൾ ഉൾപ്പെട്ട നിരവധി വീഡിയോകളും ചിത്രങ്ങളും കാണുക, അതുപോലെ തന്നെ പ്രചരിപ്പിക്കുക, സൂക്ഷിക്കുക, ഡൗൺലോഡ് ചെയ്യുക എന്നീ കാര്യങ്ങൾ ചെയ്യുന്നവരെ പിടികൂടുന്നതിനാണ് ഓപ്പറേഷൻ പി ഹണ്ട് ആരംഭിച്ചിട്ടുള്ളത്. ഇനി അടുത്തതായി പങ്കുവെക്കുന്ന അറിയിപ്പ്, സ്വകാര്യ നിമിഷങ്ങൾ ഫോൺ ഗാലറികളിൽ സൂക്ഷിക്കുന്നവർ ശ്രദ്ധിച്ചിരിക്കണം. ആവശ്യപ്പെടുന്ന അനുമതികൾ എല്ലാം സമ്മതിച്ച് നമ്മൾ പല ആപ്പുകളും ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നവരാണ്. നാം അറിയാതെ തന്നെ നമ്മുടെ ഫോണിലെ വിവരങ്ങളും ഫയലുകളും ചോർത്തപ്പെടാനുള്ള സാധ്യതകൾ തള്ളിക്കളയാനുമാവില്ല. മൊബൈൽ ഫോണിൽ രഹസ്യ ആപ്ലിക്കേഷൻ ഉടമ പോലും അറിയാതെ സ്ഥാപിക്കുവാൻ തട്ടിപ്പ് സംഘങ്ങൾക്ക് കഴിയും. അപരിചിത സന്ദേശങ്ങളിലൂടെ ലഭിക്കുന്ന ലിങ്കുകളിലൂടെ മൊബൈൽ ഫോൺ ഗാലറികളുടെ നിയന്ത്രണം കൈവശപ്പെടുത്തി തട്ടിപ്പ് നടത്തുന്ന രീതിയും നിലവിലുണ്ട്. മറ്റൊരാളുടെ മൊബൈലിലെ ക്യാമറ അയാൾ അറിയാതെ തന്നെ നിയന്ത്രിക്കാൻ ഹാക്കറിനെ സഹായിക്കുന്ന മൊബൈൽ ആപ്ലിക്കേഷനുകൾ, ഡിലീറ്റ് ചെയ്ത ഫയലുകൾ, ഫോട്ടോകൾ, വീഡിയോകൾ എന്നിവ റിക്കവറി ചെയ്യുവാനുള്ള സോഫ്റ്റ്വെയറുകൾ തുടങ്ങിയവയൊക്കെ ഇതിനായി ഉപയോഗിക്കുന്നുണ്ട്. പൊതുജനങ്ങൾ വളരെയധികം ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് പങ്കുവച്ചത്. മറ്റുള്ളവരിലേക്കും ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കണം. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ എഴുതി അറിയിക്കുക. പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും അനൂപ് സൈനിങ് ഓഫ്.